നിളാനദിയുടെ തീരം മഹാമാഘ മഹോത്സവത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ നിലയുടെ പുണ്യമായ മണൽത്തിട്ടയിൽ നിന്നുകൊണ്ട് ഒരു മഹാകുംഭമേളയ്ക്ക് അവിടെ നടക്കുവാൻ പോകുന്ന ഭജനയ്ക്ക്, പ്രാർത്ഥനകൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക്, യജ്ഞത്തിന്, ആരതിക്ക് ഒക്കെയും സാക്ഷ്യം വഹിക്കാൻ നമുക്കൊരു അവസരമുണ്ടാവുകയാണ്. ആ അവസരവുമായി നമ്മൾ നിൽക്കുന്നത് നിളാതീരത്തെന്ന് പറയുമ്പോൾ ചെറുതിരുനാവായിൽ നിൽക്കുകയാണ് നമ്മൾ. ചെറുതിരുനാവായുടെ മണൽത്തട്ടിൽ നോക്കിയാൽ കാണുന്നത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രമാണ്. നവാമുകുന്ദ ക്ഷേത്രത്തിന് അരികിൽ ഇവിടെ നമുക്കിങ്ങനെ കാണുന്ന രീതിയിൽ കുടകളെല്ലാം ഒരുങ്ങി ഗംഗയിലെ ആരതി, ഗംഗയിലും സരയുവിലും ഋഷികേശിലും ഒക്കെ നമ്മൾ ആരതി കണ്ടിട്ടുണ്ട്. നദികളിലെ ആരതികൾ കാണുന്നത് നമ്മുടെ യാത്രയിൽ എപ്പോഴും ഒരു ഭാഗമാണ്. പക്ഷേ അപ്പോഴൊക്കെ മനസ്സിൽ സ്വപ്നത്തിൽ കണ്ടിരുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു ആരതി എപ്പോഴെങ്കിലും ഉണ്ടാകുമോ എന്ന്. പക്ഷേ ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലയുടെ തീരത്ത് ഒരു ആരതി. അപ്പോൾ അല്പനിമിഷത്തിൽ, അതായത് 7 മണിയോടുകൂടി ആരതി ആരംഭിക്കും. അതിനുള്ള കാത്തിരിപ്പാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ അതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഈ നിളാനദി ഇതിനു മുൻപ് നമ്മുടെ ഈ യുവതലമുറയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കൊക്കെ അറിയുന്നത് ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു നദിയായിട്ടോ, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോൾ മാത്രം കാണുന്ന ഒരു നദിയായിട്ടോ മാത്രം അറിഞ്ഞിരുന്ന ഭാരതപ്പുഴയെ ഇനി ചരിത്രം അറിയുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം മുഴുവനും സംസ്കാരത്തിൻ്റെ കേന്ദ്രമായി, അല്ലെങ്കിൽ വർഷാവർഷം ഇവിടെ നടക്കുന്ന ഈ ഒരു മാമാങ്കത്തിൻ്റെ ഭൂമിയായി അറിയപ്പെടും. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അതൊരു വലിയ സത്യം നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കരുതേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ വന്നിറങ്ങിയത്. അവിടെ നിന്നാണ് നേരെ തിരുനാവായിലേക്ക് വന്നത്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇവിടെ അത്രയും വൃത്തിയായിട്ട്, നമ്മൾ ഇൻഡോറിലൊക്കെ ചെന്ന് ഇറങ്ങുന്ന പോലെയാണ് ശരിക്കും തോന്നിയത്. ശരിക്കും ഇൻഡോറാണല്ലോ ഏറ്റവും ക്ലീൻ സിറ്റി എന്ന് പറയാം. അതിന് സമാനമായ രീതിയിൽ തിരുനാവായും ചെറുതിരുനാവായുടെയും ഭൂമി മുഴുവൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം പോലും നമുക്ക് കാണാനില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് വൃത്തിയായിട്ടാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും, സേവാഭാരതി ആണെങ്കിലും വിവിധങ്ങളായ സംഘടനകളാണെങ്കിലും ഒക്കെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും വിശേഷമായ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് അടുത്ത വർഷത്തെ മഹാമഹത്തെയാണ്. ഈ ദിവസങ്ങളിലെല്ലാം മഹാമഹത്തെക്കുറിച്ച് എല്ലാവരും പറയണ്ടായി. പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിലാണ് ഇവിടേക്ക് എത്താനായത്. കാരണം എന്താണെന്നറിയോ? 2025 ഫെബ്രുവരി മാസത്തിൽ കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ഫെബ്രുവരിയിൽ കുംഭമേള പങ്കെടുക്കുവാനാവുക, അതും എൻ്റെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ പങ്കെടുക്കുവാനാവുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യത്തെ അങ്ങനെ തന്നെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ഫെബ്രുവരിയിൽ മഹാകുംഭമേള നടക്കുന്നത്, അതായത് ഈ ത്രിവേണി സംഗമത്തിൽ ആ അമൃത് വന്ന് നിറയുന്ന പ്രത്യേകമായ അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇവിടെ വരുന്ന ഓരോ മനുഷ്യർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഒരു ഒത്തുകൂടിയ ജനതയ്ക്ക് സാധിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൽ യുവാക്കളുണ്ട്, പല പ്രായത്തിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്നവരിൽ ഭക്തർ, സന്യാസികൾ, അന്വേഷികൾ, കൗതുകമുള്ളവരെല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നിളാനദി അതിൻ്റെ വിശേഷമായ കാഴ്ചകളെ കാണിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത്രയും വിശേഷമായ ഒരു ആരതി നടക്കുന്നതെന്ന് വിശ്വസിക്കാനാകുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അറിയാതെ തോന്നിപ്പോവാണ്. ഗംഗയുടെ തീരത്താണ്, യമുനയുടെ തീരത്താണ്, അല്ലെങ്കിൽ സരയൂ നദിയുടെ തീരത്താണ്. എല്ലാ നദികളും സംഗമിക്കുന്ന ഒരു നദീതട സംസ്കാരത്തെ നമുക്ക് അനുസ്മരിക്കുവാൻ ഒരവസരം ഉണ്ടാവുകയല്ലേ. സത്യത്തിൽ ഗംഗാരതിയൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് ഇങ്ങനൊരു ചരിത്ര സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവും. എത്ര മനോഹരമായിട്ടാണ്. അതായത് ശരിക്കും ഉത്തരേന്ത്യയിൽ ഗംഗാ ആരതിയുടെ സമയത്ത് ഗംഗയിൽ ഇറങ്ങി നിന്ന് ഭക്തർ ഭക്തിയോടുകൂടി ഗംഗാമയ്യ എന്ന് വിളിക്കുന്ന അതേ ആർജവത്തോടുകൂടി നിളാമയ്യ എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ നിറഞ്ഞൊഴുകുകയാണ് പുഴ, ഭാരതപ്പുഴ, നമ്മുടെ പുഴ. ഈ പുഴയുടെ മഹത്വത്തെ തലമുറകളോളം പകർന്നു കൊണ്ടു നടക്കാൻ ഈ ഒരു ആരതി കൊണ്ട് സാധിക്കട്ടെ എന്ന്, പുഴയെ ഏറ്റവും നന്നായി സംരക്ഷിക്കുവാൻ, നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ ഈ മാമാങ്കം കൊണ്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. Moksha, Journey to the Self.